ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2069. ഇന്ന് ഓഗസ്റ്റ് മാസം 30 242 ദിവസത്തിലെത്തി. മിക്കപ്പോഴും വായിച്ചിട്ടുണ്ട്, പലപ്പോഴും ഉള്ളില് ഓർത്തെടുത്തിട്ടുമുണ്ട്. യേശുവിൻ്റെ ഒടുവിലത്തെ ഒരു വാഗ്ദാനമാണ്, കൂടെ ഉണ്ടാവുമെന്ന്. അതും യുഗാന്ത്യത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാവും. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിന്റെ അവസാന അധ്യായം ഏതാണ്ട് അവസാനിക്കുന്നത് ഈ ഒരു വാഗ്ദാനത്തിന്റെ ബലത്തിലാണ്, കൂടെ ഉണ്ടാവും. എന്നിട്ടും നമുക്കതൊരു വിശ്വാസമായിട്ട്, ആത്മവിശ്വാസമായിട്ട്, ആത്മബലവും ധൈര്യവുമായിട്ട് കൂടെ വരുന്നില്ല. അതെന്തുകൊണ്ടാവും? പറന്നു തളർന്ന പക്ഷി വിശ്രമിക്കാനായിട്ട് ഒരു മരച്ചില്ലയിൽ ഇരിക്കുക. പക്ഷേ ആ ചില്ല ഉണങ്ങി ഒടിയാറായതാണ്. പെട്ടെന്നാണ് ആ വൃക്ഷം പക്ഷിയോട് പറഞ്ഞത്, നീ എൻ്റെ ഈ ചില്ലയിൽ ഇരിക്കണ്ട കേട്ടോ, അതെപ്പോൾ വേണമെങ്കിലും ഒടിഞ്ഞ് വീഴാം. മറ്റേതെങ്കിലും ചില്ലയിലേക്ക് നീ മാറിയിരുന്നു. അപ്പോൾ പക്ഷിയുടെ ഒരു മറുപടിയുണ്ട്, കരുതലിനും മുന്നറിയിപ്പിനും മരമേ ഒത്തിരി നന്ദി. ഞാൻ ഇവിടെ തന്നെ ഇരുന്നു കൊള്ളാം. ഞാൻ വിശ്വസിക്കുന്നത് നിന്റെ ചില്ലകളിലല്ല, അതിനും മീതെ എൻ്റെ ചിറകുകളിലാണ്. ഇങ്ങനെയൊന്ന് പറയാനായിട്ട് എപ്പോഴാണ് നമ്മൾ പാകപ്പെടുക? എനിക്ക് ഞാനുണ്ട് എന്ന ചിന്ത അഹംഭാവത്തിൻ്റെതല്ല കേട്ടോ. അതിര് കടന്നു പോകരുതെന്നേ ഉള്ളൂ. അവിടെ അത് അഹങ്കാരമായി മാറും. എനിക്ക് ഞാനുണ്ടെന്ന ചിന്ത അത് ആത്മവിശ്വാസത്തിൻ്റെത് കൂടിയാണ്. ആലോചിച്ച്, ആരും ആത്യന്തികമായി മറ്റാർക്കും വേണ്ടിയല്ല ജീവിക്കുന്നേ, അവനവനു വേണ്ടിയാണ്. വിവിധ മാർഗങ്ങളിലൂടെ സ്വന്തം ഇഷ്ടങ്ങളും ദൗത്യങ്ങളും പൂർത്തീകരിക്കുകയാണ് ഓരോരുത്തരും. സ്വയം നിയന്ത്രണശേഷി ജന്മം കൊണ്ടും പിന്നീട് കർമ്മം കൊണ്ടും ആർജിച്ചെടുക്കേണ്ടതാണ്, അങ്ങനെ തന്നെ നിലനിർത്തേണ്ടതാണ്. അതെങ്ങനെയോ നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് എനിക്ക് ആരുമില്ല എന്ന ചിന്തയിൽ തട്ടി ഞാൻ വീഴുന്നത്, സ്വയം നാശത്തിലേക്ക് പതിക്കുന്നത്. തളരുമ്പോഴും തകരുമ്പോഴും നിലനിർത്തേണ്ടതാണ് ഉള്ളിൻ്റെ ഉള്ളിലെ ഈ ആത്മവിശ്വാസം. അത് കുറെ കൂടി ഒന്ന് തിളക്കമുള്ളതാക്കി എടുക്കേണ്ടേ? തീർച്ചയായിട്ടും എടുക്കണം. നടുക്കടലിൽ ഏതാണ്ട് ഉറപ്പായി മുങ്ങി മരിക്കുമെന്ന ഒരവസ്ഥയിൽ ക്രിസ്തുയേശുവിന്റെ ശിഷ്യന്മാര് എത്തിപ്പെടുന്നുണ്ട്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 14 അധ്യായത്തിൽ അതിനെക്കുറിച്ച് പരാമർശമുണ്ട്. രാത്രിയുടെ ആ യാമത്തില്, 4-ാം യാമത്തില് അവർക്കരികിലേക്ക് വെള്ളത്തിനു മീതെ നടന്നു വരുന്ന യേശുവിനെ ഒന്ന് ഭാവനയിൽ കാണാമോ? അവർ അത് കണ്ട് ഭൂതമാണെന്ന് കരുതി വീണ്ടും നിലവിളിക്കുമ്പോൾ, ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കും, ഇത് ഞാനാണ് എന്ന് പറയുന്ന യേശു എൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട്. അതും ഞാൻ ഈ മുങ്ങി താന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രതിസന്ധികളുടെയും സമ്മർദ്ദങ്ങളുടെയും ദുരിതങ്ങളുടെയും പീഡകളുടെയും മീതെയാണ് അവൻ കാലുകൾ പാദം പതിപ്പിച്ച് നടന്നു വരുന്നത്. കുറെ കൂടി ആത്മവിശ്വാസവും ആത്മധൈര്യവും എന്നെ ചുറ്റിപ്പൊതിയുന്നുണ്ട്. ആമേൻ.